നിങ്ങൾക്കറിയാമോ അൺസോൾഡ് ആയിട്ടുള്ള ലക്ഷറി ബ്രാൻഡ്സ് അവരുടെ അൺസോൾഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുമെന്നുള്ളത്? ആപ്പിൾ ബ്രാൻഡ് $50 മില്യൺ വർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് റിട്ടേൺ വരുന്ന പ്രോഡക്ട്സ് ഡിസ്ട്രോയ് ചെയ്ത് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് കളയുന്നത്. അതുപോലെ തന്നെ റോളക്സ് വാച്ച്, നമുക്കറിയാം വേൾഡ് ഫേമസ് ലക്ഷറി വാച്ച് ബ്രാൻഡാണ് റോളക്സ്. 10,000-ലധികം വാച്ചുകളാണ് ഓരോ വർഷവും കുറഞ്ഞ റേറ്റിന് വിൽക്കാൻ മടിച്ച് അവരുടെ ബ്രാൻഡിന്റെ വാല്യൂ ഇടിച്ചു കളയാതിരിക്കാൻ വേണ്ടിയിട്ട് 10,000-ലധികം വാച്ചുകളാണ് ഓരോ വർഷവും അവർ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. ബർബറി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലക്ഷറി അപ്പാരൽ ബ്രാൻഡ് $37 മില്യൺ വർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓരോ വർഷവും കത്തിച്ചു കളയും. അതുപോലെ തന്നെ H&M എന്ന് പറയുന്ന ഫാഷൻ ബ്രാൻഡും 12 ടണ്ണോളം പ്രോഡക്ട്സ് ആണ്, അവരുടെ ബ്രാൻഡഡ് ക്ലോത്തിങ് പ്രോഡക്ട്സ് ആണ് ഓരോ വർഷവും എടുത്ത് നശിപ്പിച്ച് കളയുന്നത്. എന്തുകൊണ്ടാണ്? അത് ട്രെൻഡ് ഔട്ട് ആവുക അല്ലെങ്കിൽ കുറഞ്ഞ പ്രൈസിന് വിൽക്കാൻ മേടിച്ചിട്ട്. കാർട്ടിയർ എന്ന് പറയുന്ന ലക്ഷറി വാച്ച് ആൻഡ് ഓർണമെന്റ്സിന്റെ ബ്രാൻഡ് ഏതാണ്ട് 25 മില്യൺ വർത്ത് ആയിട്ടുള്ള $25 മില്യൺ ആണ്, അതുകൂടെ ഓർക്കണം. ഡോളേഴ്സ് വർത്തായിട്ടുള്ള റോ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി അല്ലെങ്കിൽ വാച്ച് പോലുള്ള സാധനങ്ങളെ മെൽറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും റോ ഗോൾഡ് ആക്കി പുതിയ ജ്വല്ലറീസ് പണിയാണ് ചെയ്യാറുള്ളത്. നൈക്കി ബ്രാൻഡ് ഏകദേശം 5 മില്യൺ പെയർ ഷൂസാണ് എല്ലാ വർഷവും അവരെന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്ത് കളയുന്നത്. ചാനൽ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കറിയാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബാഗും അതുപോലുള്ള പ്രോഡക്ട്സ് ലക്ഷറി ആയിട്ടുള്ള അപ്പാരൽസും ബാഗും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ചാനൽ. $200 മില്യൺ വർത്ത് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ മടിച്ചിട്ട്. കാരണം ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്ത് അവരുടെ ബ്രാൻഡ് വാല്യൂ ഇടിഞ്ഞു പോകുമെന്നുള്ളത് കാരണം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന സാധനം. ലൂയി വിറ്റൺ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബാഗ് ഉണ്ടാക്കുന്ന ബ്രാൻഡ്, ബാഗ്, ബെൽറ്റ് അതുപോലുള്ള ലെതർ റിലേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ബ്രാൻഡ് $100 മില്യൺ എവ്രി ഇയർ വർത്തായിട്ടുള്ള ബാഗ്സ് വെറുതെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷറി ബ്രാൻഡ്സ് അവരുടെ അൺസോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം അവരുടെ ബ്രാൻഡ് വാല്യൂ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികൾ.